ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവിങ്ങിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള 3 സിറ്റുവേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നുള്ള ഒരു പേടി പലർക്കുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിവില്ലായ്മ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട്. അതായത് സിറ്റുവേഷൻ മറ്റൊന്നുമല്ല, ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റോ റൈറ്റോ ടേൺ ചെയ്യേണ്ടി വരും. എങ്ങനെ വണ്ടി ഓടിക്കണം? കാരണം മെയിൻ റോഡിലൂടെ എപ്പോഴും വാഹനം വരുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒരു പോക്കറ്റ് റോഡിലാണ്. പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ റോഡിന് സ്പേസ് കുറവുണ്ട്. അതോടൊപ്പം തന്നെ പുറകിൽ നിന്ന് വാഹനം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലായ്മ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റോഡിൽ നിന്ന് എങ്ങനെ ഒരു മെയിൻ റോഡിലേക്ക് ടേൺ എടുക്കണം? വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ഒരു വാഹനം ഓടിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഇത്തരത്തിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകും. നമുക്കിനി ഈ ഒരു സിറ്റുവേഷനെ 3 ആയിട്ട് തിരിക്കാം. നിരപ്പായ ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ലെഫ്റ്റോ റൈറ്റോ ടേൺ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കയറ്റത്തോടു കൂടിയ ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് നമ്മൾ തിരിയുന്ന അവസരങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇറക്കത്തോടു കൂടിയ ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ, കോമൺ ആയിട്ട് ഈ 3 സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഫസ്റ്റ് ഗിയർ ആയിരിക്കണം. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു നിരപ്പായ റോഡിൽ നിന്നും ഇറക്കത്തോടു കൂടിയ ഒരു റോഡിൽ നിന്നും ഒരു മെയിൻ റോഡിലേക്ക് തിരിയാനായിട്ട് എളുപ്പമാണ്. എന്നാൽ കയറ്റത്തോടു കൂടിയ ഒരു പോക്കറ്റ് റോഡിൽ വരുമ്പോഴാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിരപ്പായിട്ടുള്ളൊരു പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കാല് ജസ്റ്റ് ഒന്ന് ബ്രേക്കിൽ വെറുതെ ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വാഹനം മെല്ലെ മെല്ലെ മുന്നോട്ടെടുക്കുക. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്, കാരണം നിങ്ങൾക്ക് എളുപ്പത്തിലെടുക്കാനായിട്ട്. അതായത് ബ്രേക്കിൽ വെറുതെ കാല് വെച്ചേക്കുക, ചവിട്ടി താക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം മെല്ലെ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് നമ്മൾ ആ ഒരു മെയിൻ റോഡിലേക്ക് കയറി വരിക. ഈ ഒരു സമയത്ത് ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങൾ ഇല്ലെങ്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെയിൻ റോഡിൽ ടേൺ എടുക്കാൻ കഴിയുന്നതാണ്. ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾക്ക് ടേൺ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഒരു പോക്കറ്റ് റോഡിൽ മുന്നോട്ട് വരുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ വണ്ടിക്ക് വേഗത ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ അതിനനുയോജ്യമായിട്ട് ചെറുതായിട്ട് മാത്രം ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മെല്ലെ മൂവ് ആകുമ്പോൾ ഓൾറെഡി വണ്ടിക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ആക്സിലേഷൻ കുറച്ചിട്ട് ക്ലച്ച് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലച്ച് കൺട്രോളിങ് വാഹനം മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നിയാൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് തിരിയാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് വണ്ടിക്ക് വേഗത കൂടുന്നുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങൾ താങ്ങിയ ക്ലച്ച് വീണ്ടും ചവിട്ടി താഴോട്ട് അമർത്തുകയും ഒപ്പം ബ്രേക്കും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്ലോ ചെയ്ത് ടേൺ എടുക്കാൻ കഴിയുന്നതാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇത് കുറച്ച് ഡേഞ്ചറും ചലഞ്ചിങ്ങുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. അതായത് കയറ്റത്തോട് കൂടിയ ഒരു ചെറിയ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ നമുക്കൊരു കാരണവശാലും ഒറ്റയടിക്ക് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറി പോകാൻ കഴിയത്തില്ല, കയറ്റവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടും തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പേസ് വരുന്നതിന് മുന്നേ തന്നെ ആ കയറ്റത്തോട് കൂടിയ പോക്കറ്റ് റോഡിൽ വണ്ടി നിർത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിങ്ങൾ വണ്ടി നിർത്തുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രോപ്പറായിട്ട് വാഹനം ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ വാഹനം മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ വരും. ആ ഒരു വൈബ്രേഷൻ ലെവൽ
കൂടുമ്പോഴാണ് വാഹനം ഓഫായി പോകുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഒരു വൈബ്രേഷൻ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ ആദ്യം വരുന്ന അവസരങ്ങളിൽ വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി മുന്നോട്ട് നീങ്ങണമെന്നില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു ബൈറ്റിംഗ് പോയിന്റ് അല്ല അത്. അപ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ അയച്ച് നിങ്ങൾ ആ വൈബ്രേഷൻ ലെവൽ ഏറ്റവും ആദ്യം ഒന്ന് മനസ്സിലാക്കുക. വീണ്ടും പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഏകദേശം വണ്ടി ഓഫ് ആകുന്ന ആ ഒരു സിറ്റുവേഷനോട് അടുത്ത് വരുന്ന ആ ഒരു വൈബ്രേഷൻ ലെവൽ, അതാണ് ഹാഫ് ക്ലച്ച് കൃത്യമായിട്ടൊരു ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബൈറ്റിംഗ് പോയിന്റ് എത്തിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ഒരു 0.5% ആക്സിലറേറ്റർ മുന്നോട്ട് നിങ്ങൾ കൊടുത്തു പിടിച്ചതിന് ശേഷം പിന്നെ ആ വൈബ്രേഷൻ ലെവലിൽ നിന്ന് പതുക്കെ കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ വീണ്ടും മുന്നോട്ട് കൊടുത്ത് പതുക്കെ വേണം നിങ്ങൾ വാഹനം മുന്നോട്ട് മൂവ് ആക്കാനായിട്ട്. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് വണ്ടി വീണ്ടും നിർത്തിയെടുത്ത് കയറ്റത്ത് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം ഇത്തരത്തിലുള്ള ഒരു റോഡിലേക്ക് നമ്മൾ തിരിയാനായിട്ട്. പിന്നെ നമ്മൾ തിരിഞ്ഞു തുടങ്ങുന്ന അവസരങ്ങളിലും മറ്റു വാഹനങ്ങളില്ലെങ്കിൽ പിന്നെ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കി ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ച് നയിച്ച് വാഹനം മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്ത് ലെഫ്റ്റോ റൈറ്റോ തിരിഞ്ഞ് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ചെറിയൊരു കയറ്റത്ത് വാഹനവുമായിട്ട് ചെന്നതിന് ശേഷം നിങ്ങൾ ഈ ഹാഫ് ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കി നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ വാഹനം മുന്നോട്ടെടുക്കുക, വണ്ടി കയറ്റത്ത് വീണ്ടും നിർത്തുക. ഇങ്ങനെ വാഹനം നിർത്തിയെടുത്ത് നിങ്ങൾ കുറേ അധികം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പോക്കറ്റ് റോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു വാഹനം മുന്നോട്ടെടുത്ത് പോകാൻ കഴിയുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ, ഇറക്കത്തോടു കൂടിയ ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് തിരിയുന്നത്. ഇത് ഒരുപാട് ചലഞ്ചിങ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ആയിട്ട് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ ഓൾറെഡി ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മെല്ലെ ബ്രേക്ക് നയിക്കുമ്പോൾ തന്നെ വാഹനം റൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, വാഹനം റൺ ആകാനായിട്ട് ഫസ്റ്റ് ബ്രേക്ക് നയിക്കുക. ക്ലച്ച് നയിച്ച ആക്സിലറേറ്റർ ഒന്നും നമ്മൾ ഇറക്കത്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ഫസ്റ്റ് ബ്രേക്ക് നയിക്കുക. അപ്പോൾ വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന അവസരങ്ങളിൽ വണ്ടി മുന്നോട്ട് മൂവായി വരുന്നു. ഉദാഹരണം, നമുക്ക് ലെഫ്റ്റിലേക്കാണ് ടേൺ എടുത്ത് പോകേണ്ടതെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് ടേൺ എടുക്കുക. ടേൺ എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി വീണ്ടും നമ്മൾ പതുക്കെ ക്ലച്ച് അയച്ച് വാഹനം മുന്നോട്ട് നീക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈവിങ്ങിലെ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കമൻസിന് മറുപടിയായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ചെയ്തിട്ടില്ലാത്ത വീഡിയോകളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. കോമൺ ആയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലച്ച് കൺട്രോളിങ് കയറ്റത്താണ് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റത്തെ വാഹനം നിർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കാണാം. ഓക്കെ, ബൈ.